തിരുപ്പതി ക്ഷേത്രം വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. തിരുപ്പതി ക്ഷേത്ര സന്ദർശനം ചെയ്തവർക്കറിയാം തിരുപ്പതി പ്രസാദമായി തിരുപ്പതി ലഡു എത്രത്തോളം ഫേമസ് ആണെന്നുള്ളത്. തിരുപ്പതി ലഡു പേര് കേട്ട ഒരു പ്രസാദമാണ്. ഇത് ഇത്രയും ഫേമസ് ആകാനുള്ള ഒരു കാരണം അതിന്റെ അതിശയിപ്പിക്കുന്ന രുചി തന്നെയാണ്. തിരുപ്പതി ലഡു കഴിക്കാൻ വേണ്ടി മാത്രം ക്ഷേത്രം സന്ദർശിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആരോപണമാണ് നടത്തിയിട്ടുള്ളത്. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭക്തരെ വേദനിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ തിരുപ്പതി ക്ഷേത്രം. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്ന് ചാനലിൽ പറയുന്നതാണ്. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതുപുത്തൻ അറിവുകൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ സ്വാതി ശ്രീ കേസ്. ലെറ്റ് us talk about everything. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ആന്ധ്രാപ്രദേശിലെ ചിത്തൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുപ്പതിയിലെ തിരുമല വെങ്കടേശ ക്ഷേത്രത്തിൽ വെങ്കടേശന് നൈവേദ്യം ചെയ്യുന്ന ലഡു മധുരമാണ് ഈ തിരുപ്പതി ലഡു എന്ന് പറയുന്നത്. 300 വർഷങ്ങൾക്ക് മുൻപ് വിതരണം ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രസാദമാണ് ഈ തിരുപ്പതി ലഡു. ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ഭക്തർക്ക് ലഡു പ്രസാദമായിട്ട് നൽകാറുണ്ട്. തിരുപ്പതി ലഡുവിന് ഭൂമിശാസ്ത്രപരമായ സൂചനാ ടാഗ് ലഭിച്ചതിനാൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉണ്ടാക്കുവാനും അതുപോലെ ഈ ലഡു വിൽക്കുവാനുമുള്ള അവകാശമുള്ളൂ. 1715 ഓഗസ്റ്റ് 2-നാണ് ലഡു നിർമ്മാണം ക്ഷേത്രം ആരംഭിച്ചത്. കല്യാണം അയ്യങ്കാർ എന്ന വ്യക്തിയായിരുന്നു തിരുപ്പതി ലഡു എന്ന ആശയം കൊണ്ടുവന്നത്. ഈ ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് അദ്ദേഹം മിറാസിധാരി സംവിധാനം കൊണ്ടുവന്നു. അതായത് അടുക്കളയിൽ ലഡു മാത്രം തയ്യാറാക്കുന്നവരെയാണ് അവരെ വിളിക്കുന്ന പേരാണ് ഈ മിറാസിദാസ് എന്ന് പറയുന്നത്. 2001 വരെ ലഡു തയ്യാറാക്കുവാനും അതിന്റെ പങ്ക് നേടാനുമുള്ള പദവി മിറാസിദാസുമാർക്കായിരുന്നു. പക്ഷേ 2001-ൽ കർണാടക സർക്കാർ മിറാസിധാരി സമ്പ്രദായം നിർത്തലാക്കി. അതിനുള്ള ഒരു കാരണം ലഡു കൂടുതലായും നൽകുന്നത് ഈ ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് ആണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിനാണ് ഇപ്പോൾ ലഡു ഉണ്ടാക്കാനുള്ള അനുവാദമുള്ളത്. അവർ തലമൊട്ടയടിക്കുകയും അതുപോലെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയൊക്കെ വേണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ തവണയും ലഡു ഉണ്ടാക്കുമ്പോഴും ആദ്യത്തെ ലഡു ഭഗവാന് സമർപ്പിക്കണം. തിരുപ്പതി ക്ഷേത്രത്തിൽ 2.8 ദശലക്ഷം ലഡുകളാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം മൃഗക്കൊഴുപ്പും അതുപോലെ തന്നെ മീനെണ്ണയും ഉപയോഗിച്ചാണ് തിരുപ്പതി ലഡു നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ലാബ് ടെസ്റ്റിൽ ഇത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. ഈ ഹൈന്ദവ മതവിശ്വാസികൾക്ക് അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ആരോപണം കൂടിയാണിത്. വിശ്വാസികൾ ഈ ലഡു പ്രസാദമായി ലഭിച്ചാൽ ഇത് കഴിക്കുന്നതിന് മുൻപ് തന്നെ പലരും ഇത് ആരാധിക്കാറുണ്ട്. കാരണം അത്രയും പവിത്രമായ ഈ ലഡു ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ അപ്പോൾ നോൺ എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ചാൽ തിരിമറികൾ നടക്കാറുള്ളത് സാധാരണ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചാണ്. എന്നാൽ ഇവിടെ നെയ്യിനേക്കാളും വിലയേറിയവയാണ് ഈ മൃഗക്കൊഴുപ്പുകൾ. അതായത് ഈ മീനെണ്ണ ആണെങ്കിലും പശു, പന്നി എന്നിവയുടെ കൊഴുപ്പാണെങ്കിലും അവ നെയ്യിനേക്കാളും വിലയേറിയതാണ്. പിന്നെ എന്തിന് ഇവരിത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 5 വർഷം മുൻപ് YSR കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തിരുപ്പതിയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു എന്നാണ് ചന്ദ്രബാബു നായിഡു ആരോപണം ഉയർത്തുന്നത്. അന്ന് ഈ YSRയുടെ ജഗൻമോഹൻ റെഡ്ഡി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത്. അന്ന് ആരോപിച്ചിരുന്ന ഒന്നായിരുന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് സൗജന്യമായി നൽകുന്ന അന്നദാനം. അത് നൽകുന്നതിൽ വലിയ രീതിയിലുള്ള അട്ടിമറി ഉണ്ടെന്നുള്ളത്. അതായത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമാണ് വിളമ്പുന്നത് എന്നുള്ള കുറെ ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നു.
ഇപ്പോൾ ഈ മൃഗക്കൊഴുപ്പുകൾ ഇതുപോലുള്ള ചേരുവകൾ ചേർക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ദിവസവും 1000-ലേറെ ഭക്തരാണ് തിരുപ്പതി സന്ദർശിക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ലക്ഷത്തോളം ലഡുവാണ് ഒരു ദിവസം നിർമ്മിക്കുന്നത്. ഇവിടെ എടുത്തു പറയാനുള്ളത്, ഓരോ ഗവൺമെന്റ് വരുമ്പോഴും ക്ഷേത്രം നിയന്ത്രിക്കുന്നത് അതാത് ഗവൺമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൽ നിയമിക്കുന്നത് ഓരോ പാർട്ടി മാറി വരുമ്പോഴും അതാത് പാർട്ടി ഉള്ളവരെ തന്നെയാണ്. ഓരോ സർക്കാരും 5 വർഷം വീതം ഭരിക്കുമ്പോൾ അക്കാലം അത്രയും നിയന്ത്രണം അതാത് പാർട്ടിക്കാകും. ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പോരാട്ടമാണ്. 2 പാർട്ടികളും പരസ്പരം കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ഒരു പാർട്ടി അവർ ഭരിച്ചിരുന്ന സമയത്തെ പിഴവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ മറ്റേ പാർട്ടി പറയുന്നത് ചന്ദ്രബാബു സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചു വെക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ വരുന്നത് എന്നതാണ്. ഇതിപ്പോൾ രാഷ്ട്രീയ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ഈ ക്ഷേത്ര പ്രശ്നം. തിരുപ്പതി ലഡുവിന്റെ നെയ്യിന്റെ ടെൻഡർ കാലങ്ങളായിട്ട് നന്ദിനി ഗ്രൂപ്പിനായിരുന്നു. കഴിഞ്ഞ വർഷം ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ മഹാരാഷ്ട്രയിലുള്ള സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകിയിരുന്നു. ഈ നെയ്യിലാണ് ഇപ്പോൾ മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കരാർ കൊടുത്ത കമ്പനി, അതായത് ARF ഫുഡ്സ്, അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ വാദിക്കുന്നത് എല്ലാവിധ പരിശോധന നടത്തിയാണ് ഇത്തരം നെയ്യുകളെല്ലാം വിതരണം ചെയ്യാറ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ അവിടേക്ക് അയക്കുന്ന നെയ്യുകൾ നാഷണൽ ലാബിൽ അയച്ചതിന് ശേഷമാണ് വിതരണം ചെയ്യാറെന്നാണ് അവർ വാദിക്കുന്നത്. ഇതിപ്പോ വർഗീയ രാഷ്ട്രീയം ആളിക്കത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനു വേണ്ട പരിഹാരം കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത്തരത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കണം. അതല്ല ഇതൊരു വർഗീയ രാഷ്ട്രീയ പോരാട്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കണം. കാരണം കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയാണ് ഇവിടെ വിവാദമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി.